തൃശൂർ എരുമപ്പെട്ടിയിൽ അസ്ഥികൂടം കണ്ടെത്തിയ സംഭവം കൊലപാതകമാണെന്ന നിഗമനത്തിൽ പോലീസ്. നടന്നത് ദൃശ്യം മോഡൽ കൊലപാതകം എന്നാണ് സൂചന. മരിച്ച സ്ത്രീയെ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. പ്രതി എന്ന് സംശയിക്കുന്ന 66-കാരൻ കഴിഞ്ഞ ഓഗസ്റ്റിൽ മരണപ്പെട്ടിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ചയാണ് അസ്ഥികൂടം കണ്ടെത്തിയത്. വിവരങ്ങളുമായി ലെവിൻ കെ വിജയൻ ചേരുന്നുണ്ട്. ലെവിൻ, എന്താണ് വിശദാംശങ്ങൾ? ഹർഷൻ, കഴിഞ്ഞ ഞായറാഴ്ചയാണ് തൃശൂർ എരുമപ്പെട്ടി ചിറമനങ്ങോട് നെല്ലിക്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു ആളൊഴിഞ്ഞ വീടിനുള്ളിൽ ഇത്തരത്തിൽ അസ്ഥികൂടം കണ്ടെത്തുന്നത്. 2 വർഷം മുൻപാണ് ഈ വീട് തമിഴ്നാട് സ്വദേശിയായ ഒരാൾ മുൻ ഉടമസ്ഥനിൽ നിന്ന് വാങ്ങുന്നത്. ഈ വീടിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തി വരുന്നതിനിടയിലാണ് പിറകുവശത്തെ ചായ്പിൽ കുഴിയെടുക്കുന്നതും അവിടെ നിന്നും അസ്ഥികൂടം കണ്ടെത്തുന്നതും ചാക്കിലും തുണികളിലും കെട്ടി പൊതിഞ്ഞ് അതിനു മുകളിൽ മണ്ണിൽ കുഴിച്ചിട്ടതിനു ശേഷം സിമെന്റ് ഇട്ട് ഉറപ്പിച്ച നിലയിലാണ് ഈ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തുന്നത്. 42 വയസ്സുള്ള ഫോറൻസിക് പരിശോധനയിലും സയന്റിഫിക് പരിശോധനകളിലും 42 വയസ്സ് പ്രായമുള്ള ഒരു പ്രസവിച്ച സ്ത്രീയുടേതാണ് മൃതദേഹമെന്ന് അസ്ഥികൂടങ്ങളെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഈ മൃതദേഹത്തിൽ നിന്നും അല്ലെങ്കിൽ അസ്ഥികൂടത്തിൽ നിന്നും ഒരു അറബിക് എഴുതി ഒരു ഏലസം കൂടി പോലീസിന് കിട്ടിയിട്ടുണ്ട്. പ്രാഥമികമായ സംശയം എന്നുള്ള നിലയിൽ കൊലപാതകം എന്നുള്ള നിലയിൽ തന്നെയാണ് പോലീസ് ഇക്കാര്യങ്ങൾ കാണുന്നത്. മാത്രമല്ല അസ്ഥികൂടത്തിന്റെ തലയോട്ടിക്ക് ഗുരുതരമായി പരിക്കേറ്റ നിലയിലാണെന്നും മരണപ്പെട്ടതെന്നുമുള്ള വിവരങ്ങൾ പോസ്റ്റ്മോർട്ടത്തിലൂടെയും സയന്റിഫിക് പരിശോധനയിലൂടെയും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. പാലക്കാട് ജില്ലയിലെ ചാലിശ്ശേരി സ്വദേശിയായിട്ടുള്ള ഒരാളാണ് ഇവിടെ താമസിച്ചിരുന്നത്. ഇയാളെയാണ് ഈ ഘട്ടത്തിൽ പോലീസ് സംശയിക്കുന്നത്. 3 വിവാഹം കഴിച്ച ആളാണ്. ഇദ്ദേഹം പക്ഷേ കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ മരണപ്പെടുകയും ചെയ്തു. ഈ വിവാഹം കഴിച്ച 3 സ്ത്രീകളും ജീവനോടെ ഉണ്ട് താനും. പക്ഷേ ഈ കൊല്ലപ്പെട്ടത് ആരാണെന്നുള്ളത് അടക്കമുള്ള കാര്യങ്ങൾ പോലീസിനെ വലിയ ആശയക്കുഴപ്പത്തിൽ ആക്കിയിട്ടുമുണ്ട്. ഇതര സംസ്ഥാന തൊഴിലാളികളും മലയാളി കുടുംബങ്ങളും അടക്കം മാറി മാറി താമസിച്ചു വന്നിരുന്ന ഒരു വീടാണ് ഈ ആളൊഴിഞ്ഞ വീട്. ഈ 2 വർഷം മുൻപ് അറ്റകുറ്റപ്പണികൾക്കും മറ്റുമായി ഈ തമിഴ്നാട് സ്വദേശിയായിട്ടുള്ള ആൾ വാങ്ങിയതിനു ശേഷമാണ് ഈ മൃതദേഹം കണ്ടെത്തിയത് എന്നുള്ളതും അതിന്റെ തെളിവ് ശേഖരണത്തിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. ഏതായാലും സംശയിക്കുന്ന ആൾ മരണപ്പെട്ടതും അന്വേഷണ സംഘത്തിന് അല്പം ആശങ്കകൾ ഉണ്ടാക്കുന്ന കാര്യമാണ്. ഏതായാലും വിശദമായ അന്വേഷണം നടത്തുമെന്നും ഈ കൊല്ലപ്പെട്ടത് ആണെന്നുള്ള കാര്യം കണ്ടെത്താനുള്ള നടപടികളിലേക്ക് കടന്നതായുമാണ് കുന്നംകുളം ACP മറ്റും അറിയിക്കുന്നുള്ളത്. ഏതായാലും അന്വേഷണം ഈ സംഭവിച്ച കേസിൽ തുടരുകയാണ്.